വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ച സംഭവത്തിൽ പ്രതികാര നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ദേശഭക്തിയോട് അല്ലെങ്കിൽ ദേശഭക്തി ഗാനത്തോടുള്ള ഇവരുടെ അസഹിഷ്ണുത മാറുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ സംഭവത്തിൽ പ്രതികാര നടപടി എടുക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബി വിനീഷാണ് നമുക്കൊപ്പം ചേർന്നത്. വിനീഷ്, ഒന്ന് ഓർക്കണം, നമ്മൾ ദേശഭക്തി ഗാനം ആലപിച്ചതിന്റെ പേരിൽ കേസെടുക്കുന്ന സംഭവം അത് ഒരുപക്ഷെ ഇവിടെ അല്ലാതെ മറ്റൊരിടവും കാണാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയ പകപോക്കൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. റെയിൽവേയിൽ ദക്ഷിണ റെയിൽവേയുടെ വന്ദേ ഭാരത് പുതിയ ട്രെയിൻ കേരളത്തിൽ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ആ വാഹനത്തിൽ കയറി അല്ലെങ്കിൽ ട്രെയിനിൽ കയറി ദേശഭക്തി ഗാനം പാടുന്ന ദൃശ്യങ്ങൾ അത് പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വൈരാഗ്യം എന്ന തരത്തിൽ വലിയ എതിർപ്പുകൾ സംസ്ഥാനത്തെ ഭരണകൂട സംവിധാനം ദക്ഷിണ റെയിൽവേ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ദക്ഷിണ റെയിൽവേ ആ പോസ്റ്റ് ആദ്യം ഡിലീറ്റ് ചെയ്യുകയും രണ്ടാമത് ദക്ഷിണ റെയിൽവേ ഇത് ദേശഭക്തി ഗാനമാണെന്ന് കൃത്യമായി വിവരിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ആ ദേശഭക്തി ഗാനം അവരുടെ ദക്ഷിണ റെയിൽവേയുടെ സൈറ്റിൽ വീണ്ടും പബ്ലിഷ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിലാണ് ആദ്യം പ്രതികാര നടപടി, രാഷ്ട്രീയ ഇടപെടലൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. രണ്ടാം ഘട്ടത്തിൽ അത് വില പോകില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഏത് സാഹചര്യത്തിലാണ് ട്രെയിനിലെത്തിയത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതികാരം തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രതികാര നടപടി എന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആ ബസ്സിൽ കയറി ട്രെയിനിൽ കയറി ഇത്തരത്തിലുള്ള ദേശീയഗാനം പാടിയത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരം അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വെറും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നത് പോലെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോടാണ് നിലവിലെ സാഹചര്യത്തിൽ വിശദീകരണം ആരാഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ പുതിയ ട്രെയിന് പ്രത്യേകിച്ച് കേരളത്തിന് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ പുതിയ ആദ്യ യാത്രയിൽ വിദ്യാർത്ഥികൾ അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ദേശീയഗാനം ആലപിക്കുന്നത്. ആ ദേശീയഗാനം ആലപിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് സംബന്ധിച്ചുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. പ്രധാനമായും പറഞ്ഞാൽ അത് RSS ഗണഗീതം എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ദേശീയഗാനത്തെ നിലവിലെ സാഹചര്യത്തിൽ വളച്ചൊടിക്കാൻ വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് CPM നേതാക്കൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ പകപോക്കലാണ്. പ്രത്യേകിച്ച് ഈ പാടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കെതിരെയും സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും നടപടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അത്തരത്തിലുള്ള ഒരു പക തീർക്കാൻ വേണ്ടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷ്, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ദേശഭക്തി ഗാനത്തിൽ എവിടെയാണ് RSSനെ കുറിച്ചുള്ള പരാമർശം വരുന്നത്? വിനീഷ്, എനിക്ക് മനസ്സിലാകുന്നില്ല അത്. നിലവിൽ അത്തരത്തിലുള്ള ഒരു പരാമർശവും തന്നെ ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് രാഷ്ട്രീയ മുതലെടുപ്പായി മാറ്റുക എന്ന ലക്ഷ്യം സംസ്ഥാന സർക്കാരിനുണ്ട്, ഒപ്പം തന്നെ CPM നേതൃത്വത്തിനുണ്ട്. ആ ഘട്ടത്തിലായിരുന്നു ആദ്യം ദക്ഷിണ റെയിൽവേയെ ഈ വിഷയം ധരിപ്പിച്ചത്. പക്ഷേ ദക്ഷിണ റെയിൽവേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് പരിഭാഷ ഉൾപ്പെടെ ആ ഒരു റീപോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ RSS ഗണഗീതം ആണ് എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ഒരു ഗാനം ആലപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിശദീകരണം ചോദിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഗാനം പാടി ആലപിക്കാൻ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്: പരമപവിത്രമാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ഗണഗീതം ചൊല്ലുമ്പോൾ അതിൽ ദേശീയതയാണ് വിളിച്ചോതുന്നത്. ആ ദേശീയ വാക്കുകൾ ഓരോ കുട്ടികൾക്കും പ്രചോദനമാകുന്ന ഒരു ഗീതം, ആ ഗീതം ആലപിക്കുമ്പോൾ ദേശീയത മനസ്സിൽ ഓരോ വിദ്യാർത്ഥികൾക്കും സ്വന്തം മാതാവിനെ പോലെ ഭാരതാംബയെ കാണുന്നു. ഒപ്പം തന്നെ ദേശഭക്തി മാത്രമാണ് ഈ നിലവിൽ പറയുകയാണെങ്കിൽ
ആ പാട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഗാനത്തിൻ്റെ വരികളുടെ അർത്ഥം ഇത്തരത്തിലാണ്: പരമപവിത്രമായ മാതൃഭൂമിയെ അവ വന്ദിക്കുകയാണ്. ആ വന്ദിച്ചുകൊണ്ടുള്ള ആ ഒരു വരികൾ വിദ്യാർത്ഥികൾ പാടുമ്പോൾ അവർക്ക് മനസ്സിൽ ദേശീയബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള, അവർക്ക് ദേശീയബോധം ഉണർത്തുന്ന തരത്തിലുള്ള, ആവേശം നൽകുന്ന തരത്തിലുള്ള വാക്കുകളാണ് ആ ഗീതത്തിലുള്ളത്. ആ ഗീതത്തെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം അത് RSSൻ്റെ ഗണഗീതമാണ്. ദേശീയത ഊന്നിപ്പിടിക്കുന്നവരെല്ലാം RSSകാരാണെന്ന് മുഖമുദ്ര അല്ലെങ്കിൽ അത്തരത്തിൽ മുദ്ര കുത്തുന്ന നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ മാറുന്നത്. രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടിയുള്ള രാഷ്ട്രീയ എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാർ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ അടക്കം പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്ന ഒരു ഉദ്ദേശം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം വീണെടുത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായാലും ദേശഭക്തി ഗാനം ആലപിച്ച സംഭവത്തിൽ പ്രതികാര നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. വി വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.